بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സുഖത്തിലും സന്തോഷത്തിലും ദുനിയാവിലും ആഖിറത്തിലും ആക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നെടുക്കുന്ന വീഡിയോ 195 സൂറത്തുൽ അൽ ഫജ്ർ ആണ് എടുക്കുന്നത്. സൂറത്തുൽ ഫജ്ർ മക്കയിൽ അവതരിച്ചതാണ്. 30 ആയത്തുകളാണ് ഉള്ളത്. ഞാൻ ഇതിൻ്റെ ഒറ്റവാക്കർത്ഥവും ആശയത്തിലേക്ക് കിടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസ്മുൻ ലിദീ ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد. 10 ആയത്തുകളാണ് ഇപ്പം ഞാൻ ഓതിവെച്ചത്. വൽ ഫജ്ർ. ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ്. ലൗ സുബ്ഹ്, സുബ്ഹിയുടെ ആ പ്രകാശത്തിന് പറയുന്നതാണ് ഫജ്ർ എന്ന് പറയുന്നത്. അപ്പോൾ ഫജ്റിന് തന്നെ സത്യം എന്നാണ്. അള്ളാഹു സത്യം ചെയ്യുകയാണ്. നമ്മൾ പല ആയത്തുകളിലും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സത്യത്തെ സംബന്ധിച്ച്. അള്ളാഹുവിനെ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാം. സൃഷ്ടികൾക്ക് സൃഷ്ടാവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പറ്റുള്ളൂ. സൃഷ്ടികൾക്ക് വേറൊരൊന്നിനെ കൊണ്ട് സത്യം ചെയ്യാൻ പറ്റില്ല. കാബത്തെ തന്നെ സത്യം, അതൊന്നും പറയാൻ പറ്റില്ല. നബിയെ തന്നെ സത്യം, പ്രവാചകനെ തന്നെ സത്യം എന്നൊക്കെ ചിലർ പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് പോലും അങ്ങനെ പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ആ സ്നേഹം ഒരു സ്നേഹമല്ല, അത് ഹറാമായ സത്യമാണ്. പ്രവാചകനെ കൊണ്ടോ അതുപോലെ സൃഷ്ടികളിൽ ആരെ കൊണ്ടും, സൃഷ്ടികൾ മനുഷ്യരാവട്ടെ വസ്തുക്കളാവട്ടെ, സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് അഥവാ സൃഷ്ടാവിന് സൃഷ്ടികളല്ലാതെ മറ്റൊന്നിനെ കൊണ്ടും സത്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അള്ളാഹു സത്യം ചെയ്യുകയാണ്. പ്രഭാതത്തെ സംബന്ധിച്ച് അള്ളാഹു സത്യം ചെയ്യുകയാണ്. വൽ ഫജ്രി, ഫജ്റിനെ തന്നെ സത്യം. ലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെ സത്യം. ലയാല് ലൈലിന്റെ ജമ്മാണ്, ബഹുവചനമാണ് ലയാലി എന്ന് പറയുന്നത്. ലയാലിൻ അശ്ർ, 10 രാവുകൾ. ഈ 10 രാവുകൾ ഓരോ വർഷത്തിലെയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് 10 രാവുകൾ. ഓരോ ദിവസത്തിലും ദുൽഹജ്ജ് മാസമുണ്ട്. ആ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം ഹജ്ജിന്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾക്ക് വളരെ ശ്രേഷ്ഠത കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ 10 രാവുകളെ അല്ലാഹു വെച്ചിട്ട് സത്യം ചെയ്യുക. പിന്നെ വശഫഇ വൽ വത്ർ. ഷഫ എന്ന് പറഞ്ഞാൽ ഇരട്ട, വൽ വത്ർ ഒറ്റ. സൃഷ്ടികൾ ഒറ്റയും ഇരട്ടയുമായിട്ട്. സൃഷ്ടാവ് ഒറ്റ, ഏകനായ അള്ളാഹു ഒരുത്തനേ ഉള്ളൂ. പിന്നെ സൃഷ്ടികളാകമാനം ഇരട്ടകളാണ്. പുരുഷൻ, സ്ത്രീ എന്നിങ്ങനെ തരംതിരിക്കുമ്പോൾ ഒറ്റയും ഇരട്ടയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാണ് ബിസ്സൗജി വൽ ഫർദി, ഇരട്ടയെ കൊണ്ടും ഒറ്റയെ കൊണ്ടും. മീൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിലുണ്ട് ഒറ്റയും ഇരട്ടയും. ഇന്നല്ലാഹു തആല വാഹിദുൻ ഇത്ര. അല്ലാഹു തആല ഏകനാണ്, ഒരുത്തനാണ്.
അതുകൊണ്ട് തന്നെ അത് ഒറ്റയാണ്. അള്ളാഹുവിന് കൂട്ടുകാരില്ല, പങ്കുകാരില്ല. എല്ലാ വിഷയങ്ങളിലും മുഖാലഫിൽ ഹവാദിസാണ്. സൃഷ്ടികളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ് അള്ളാഹു തആല. സൃഷ്ടികൾക്ക് എന്തെല്ലാം നമ്മൾ കൽപ്പിക്കുന്നോ അതുപോലെ ഒന്നും അള്ളാഹുവിനില്ല. അപ്പോൾ മുഖാലഫത്തുൽ ഹവാദിസ് എന്ന് പറയുന്നത് സിഫത്ത് അള്ളാഹുവിന് വളരെ പ്രധാനപ്പെട്ട സിഫത്താണ്. എല്ലാ സൃഷ്ടികളിൽ നിന്നും വിഭിന്നമായതാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹു ഏകനാണ്. അള്ളാഹുവിനെ പോലെ മറ്റൊരൊന്നും ഉണ്ടാകില്ല. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫത്ത് അള്ളാഹുവിൻ്റെ സിഫത്ത് എന്നത് നമുക്ക് മറ്റൊരാൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പിന്നെ മഖ്ലൂഖാത്ത് സൃഷ്ടികളെ ആണും പെണ്ണും ഉണ്ടാപ്പോൾ അത് ഇരട്ടകളാണ്. വല്ലയിരി, ഇനി 4-ാമത്തെ ആയത്ത് വല്ലയിരി, രാത്രിയെ കൊണ്ടുവന്ന സത്യം ചെയ്യാണ്. ഈ രാത്രി ഇതായസ് അത് സഞ്ചരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങൾ നടക്കുന്നത് വളരെ ആശ്ചര്യകരമാണ്. ഈ ആശ്ചര്യകരമായ ഈ സംവിധാനത്തിൽ അല്ലാഹു ആ സഞ്ചരിക്കുന്ന രാത്രിയെ കൊണ്ട് സത്യം ചെയ്യുന്നു. രാത്രി സഞ്ചരിക്കുമ്പോൾ ഇതാ യസ്റത് സഞ്ചരിക്കൊണ്ടിരിക്കുമ്പോൾ, വല്ലൈലി രാത്രിയെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്യുന്നു. ഇതാ യസ്ർ ആ രാത്രി സഞ്ചരിക്കുമ്പോൾ. അപ്പൊ രാത്രി സഞ്ചരിക്കുക എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ചലനങ്ങളും വളരെ ആശ്ചര്യകരമായി. അതിൽ രാത്രിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ സഞ്ചരിക്കുന്ന രാത്രിയെ കൊണ്ടാണ് അല്ലാഹു സത്യം ചെയ്യുന്നത്. ഈ സഞ്ചരിക്കുക എന്നുള്ളതിന് ഇവിടെ ഒരു കൈത് കൊടുത്തത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് മനുഷ്യൻ ഓർമ്മിക്കുവാനും അത് കണക്കിലെടുക്കുവാനും വേണ്ടിയാണ് ഇദാ യസ്റ എന്നുള്ള കൈത് കൊടുത്തത്, അത് സഞ്ചരിക്കുമ്പോൾ എന്നുള്ളത്. വത്തഖീദു ബിസറയാനിഹി ലിമാ ഫീഹി മിൻ വുദൂഹി ദലാലത്തി അലാ കമാൽ ഖുദ്റത്തി വഫൂരി നിഅമ. അള്ളാഹു ജനങ്ങൾക്ക് അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് ചെയ്ത നിഅമത്തുകളെ, അനുഗ്രഹങ്ങൾ അത് വളരെ വലുതാണെന്നും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടാണ് ഈ പ്രപഞ്ചമാകമാനം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രപഞ്ചത്തിൽ ഒന്നാണ് രാത്രി. ആ രാത്രിയും ചലിച്ചുകൊണ്ടിരിക്കുക, സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അല്ലേ ഇദായസ് ഹൽ ഫീ ദാലിക ഖസമുൻ ലിദീ ഹിജ്ർ. ഹൽ ഫീ ദാലിക, ഈ പറഞ്ഞതിലുണ്ടോ ഖസമുൻ, സത്യം, സത്യത്തിന് വകയുണ്ടോ ലിദീ ഹിജ്ർ, ബുദ്ധിയുള്ളവർക്ക്. ഹൽ ഫീമാ ദുക്കിറ മിനൽ അശ്യ, ഈ വസ്തുക്കളെ സംബന്ധിച്ചൊക്കെ മേൽ പറഞ്ഞല്ലോ. അതിലൊരു സത്യം, ബുദ്ധിമാന്മാർക്ക് ഒരു സത്യത്തിന് വകയുണ്ടോ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഇന്നഹാദൽ ഖസം അലീമുൻ, ഈ സത്യം ബുദ്ധിമാന്മാരുടെ അടുത്ത്, കാര്യബോധമുള്ളവരുടെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട സത്യങ്ങളാണ്. ഈ സത്യവചനങ്ങളെ മുൻനിർത്തിയാണ് അള്ളാഹു പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ഈ സത്യങ്ങൾ പലതും പറഞ്ഞു. ഫജറിനെ തന്നെ സത്യം, 10 രാത്രികളെ തന്നെ സത്യം. 10 രാത്രി എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് മാസം നമ്മൾ പറഞ്ഞു ആദ്യത്തെ 10 ദിവസങ്ങളാണ്, 1 മുതൽ 10 ദിവസം. അതിൽ അറഫാ ദിനമുണ്ട്, മറ്റുള്ള ഹജ്ജിൻ്റെ അമാലുകളെല്ലാം ഉള്ള ദിവസമാണ് ആ 10 ദിവസങ്ങൾ. പിന്നെ ശഫഈ അള്ളാഹുവിനെ കൊണ്ടും സൃഷ്ടികളെ കൊണ്ടുമാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. ശഫഈ എന്ന് പറഞ്ഞാൽ ഒറ്റയും ഇരട്ടയും. വല്ലൈലി ഇദാ യസ്ർ, സഞ്ചരിക്കുന്ന രാത്രിയെ കൊണ്ട് സത്യം ചെയ്തു. എന്നിട്ട് അത് ചോദിക്കുകയാണ് ഹൽ ഫീ ദാലിക ഖസമുൻ ലിദീ ഹിജ്ർ, ബുദ്ധിമാന്മാർക്ക് ഈ സത്യത്തിന് എന്ത് നേട്ടമാണുള്ളത് എന്ന് ചോദിക്കുക. തീർച്ചയായും നേട്ടമുണ്ട്. ഹൽ ഫീമാ ദുക്കിറ മിനൽ അശ്യാഇ ഖസമുൻ മുഖ്നിഉൻ ലിദീ ലുബ്ബിൻ അഖൽ. ഇന്ന ഹാദൽ ഖസം അലീം, ഈ സത്യങ്ങൾ അത് വളരെ മഹത്വമേറിയതാണ്. ബുദ്ധിമാന്മാരുടെ അടുക്കൽ. അപ്പൊ ഈ സത്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്, വിലയുണ്ട്. ആരുടെ അടുക്കൽ? ബുദ്ധിമാന്മാരുടെ അടുക്കൽ.
ഇവിടെ ഖസ്മിൻ്റെ ജവാബ് മഹദൂഫാണ്. അതായത് ഈ ഖസ്മ് വന്നാൽ അതിനൊരു ജവാബ് വേണം, ഷർത്ത് വന്നാൽ ജവാബ് വേണം, ഖസ്മുണ്ടായാൽ ജവാബ് വേണം. ഖസ്മ് എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ വാക്ക് ഉപയോഗിച്ചാൽ ആ സത്യം എന്തിനു വേണ്ടി, എന്താണ് നമ്മൾ ഒരു കാര്യം പറയാണ്, സത്യം ചെയ്ത് പറയാണ്. ആ സത്യം ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു വിഷയം ഉണ്ടാവും, വളരെ പ്രധാനപ്പെട്ട വിഷയമാവും അത്. ആ വിഷയത്തിനാണ് ജവാബ് എന്ന് പറയുന്നത്. അത് ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ അത് കളയപ്പെട്ടതാണ്. അത് ഈ വാചകത്തിൽ നിന്ന് അണ്ടർസ്റ്റുഡാണ്. ഏത് വാചകം? പിന്നെ പറയുന്ന വാചകം അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. അലം തറ കൈഫ, നീ കണ്ടില്ലേ, കൈഫ ഫഅല റബ്ബുക, നിന്റെ റബ്ബ് എന്താണ് പ്രവർത്തിച്ചത് എന്ന്, ബിആദിൽ, ആര് സമൂഹത്തെ കൊണ്ട് എന്താണ് അല്ലാഹു തആല ചെയ്തതെന്ന് നീ കണ്ടില്ലേ എന്ന് റസൂലിനോട് ചോദിക്കുക. അപ്പോ ഈ ആയത്തനുസരിച്ച് ഇവിടുന്ന് കളഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പ്രഭാതത്തെ തന്നെ സത്യം, 10 രാത്രികളെ തന്നെ സത്യം, ഒറ്റയും ഇരട്ടയും തന്നെ സത്യം, രാത്രി സഞ്ചരിക്കുന്നത്, രാത്രിയെ തന്നെ സത്യം. രാത്രി സഞ്ചരിക്കുമ്പോൾ, രാത്രി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിക്കുന്ന രാത്രി എന്നല്ല, രാത്രി സഞ്ചരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇങ്ങനെ 2-4 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? എന്നിട്ട് പറയുന്നത് എന്താ? കുഫാറുകളെ അല്ലാഹു തആല ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ലയുഅദ്ദിബന്നൽ കുഫാർ, കാഫിറുകളെ തീർച്ചയായും അല്ലാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് സത്യത്തിൻ്റെ ജവാബ് ഇവിടെ. അപ്പോഴാണ് അർത്ഥത്തിൻ്റെ പൂർണ്ണത വരുള്ളൂ. നമ്മൾ ഒരു കാര്യം പറയാണ്, അള്ളാഹുവിനെ തന്നെ സത്യം, ഞാൻ ആ വിഷയം കണ്ടില്ല എന്ന് പറഞ്ഞാൽ സത്യവും ജവാബുമായി. ഞാൻ കണ്ടില്ല എന്ന് പറയലാണ് ജവാബ്. അതുപോലെ അള്ളാഹുവിടെ ഫജറിനെ കൊണ്ട് സത്യം ചെയ്തു, 10 രാത്രികളെ കൊണ്ട് സത്യം ചെയ്തു, ഷഫഅ് വത്റിനെ കൊണ്ട് സത്യം ചെയ്തു, അല്ലെങ്കിൽ ഇതായസ് അതും സത്യം. ഇങ്ങനെ സത്യം ചെയ്തിട്ട് അള്ളാഹു പറഞ്ഞത് എന്താ? ലയുഅദ്ദിബന്നൽ കുഫാർ, കാഫിറുകളെ അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഈ വാക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല, അത് കളഞ്ഞു. അത് പറഞ്ഞില്ലെങ്കിലും ശേഷം പറയുന്ന ആയത്ത് കൊണ്ട്, 6-ാമത്തെ ആയത്ത് കൊണ്ട് ആ വിഷയം വ്യക്തമാണ്. 6-ാമത്തെ ആയത്ത് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദിനെ അല്ലാഹു തആല ഏത് നിലക്കാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ എന്നാ റസൂലിനോട് ചോദിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന എന്താ? ഈ കുഫാറുകളായ മക്കക്കാരായ കുഫാറുകളെ അല്ലാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. പ്രവാചകരെ എന്നാണ്, അലം യബ്ലുക യാ മുഹമ്മദ്, അല്ലയോ പ്രവാചകരെ, നിങ്ങൾക്ക് വന്നെത്തിയില്ലേ, നിങ്ങളുടെ അറിവിൽ പെട്ടതായിട്ടില്ലേ, മാതാ ഫഅലല്ല, അള്ളാഹു എന്താണ് ചെയ്തത് ആദ് സമൂഹത്തെ കൊണ്ട്. ഖൗമി ഹൂദിൻ, ഹൂദ് അലൈഹി ഇസ്ലാമിന്റെ ജനങ്ങളായ ആദ്, ആ ആദിനെ എന്താണ് അള്ളാഹു ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള വാർത്ത വന്ന് കിട്ടിയിട്ടില്ലേ എന്ന് റസൂലിനോട് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അള്ളാഹു കുഫാറുകളെ, ഈ റസൂലിനെ പുച്ഛിക്കുകയും ഖുർആനിനെയും പുച്ഛിക്കുന്ന ഈ കുഫാറുകളെ അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന്. ഇനി 6-ാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. 7-ാമത്തത് ഇറമ ദാത്തിൽ ഇമാദ്. അതായത് ഇറം ഗോത്രക്കാര്, ഇറം ഒരു ഗോത്രത്തിന്റെ പേരാണ്. ഇറം ഗോത്രക്കാരിന്റെ അള്ളാഹു എന്താ ചെയ്തത്? ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങളായ ആദ് സമൂഹത്തിൽപ്പെട്ട ഇറം ഗോത്രക്കാരെ കൊണ്ട്
അള്ളാഹു എന്താ ചെയ്തത്? ഇറം ഗോത്രക്കാരൻ ദാത്തുൽ ഖൈമാത്ത്, തൂണുകളുടെ ആളുകളായിരുന്നു അവര്. ആദ് ഊലയാണ്. ആദ് സമൂഹം മുൻകാലത്ത് പൂർവികരായ ആദ് സമൂഹമാണ്. അവര് അഹ്ലു ഇറമാണ്, ഇറം നാട്ടുകാരാണ്. ദാത്തുൽ ബിനാഇൽ റഫീഅ, വലിയ വലിയ ഉയരം കൂടിയ ബിൽഡിങ്ങുകൾ, ഇന്ന് പറയുകയാണെങ്കിൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ എടുക്കുന്ന ആളുകളായിരുന്നു അവർ. എന്നിട്ടോ അവർ താമസിച്ചിരുന്നത് ഒമാന്റെയും യമനിലെ ഹദറമൗത്തിൻ്റെയും ഇടയിലുള്ള അഹ്കാഫ് എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഇവരുടെ പ്രത്യേകതയെപ്പറ്റി അള്ളാഹു പറയുന്നത് എന്താ? 8-ാമത്തെ ആയത്തിൽ അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഈ ഇറം കബീലുണ്ടല്ലോ, അല്ലത്തി എങ്ങനെയുള്ള ഇറമാണ്, ഇറം കബീലക്കാരാണ്, ആദ് സമൂഹത്തിൽപ്പെട്ട ഇറം കബീലക്കാരാണ്. ലം യുഖ്ലഖ് മിസ്ലുഹാ, അതുപോലെ ഒരു സമൂഹത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടേയില്ല. ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ ഒരു നാട്ടിലും അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിച്ചിട്ടില്ല. അവരുടെ പ്രത്യേകത അത്രയും വലുതാണ്. അതായത് ഈ തിൽക്കൽ കബീലല്ലത്തി ലം യഖ്ലുഖില്ലാഹു മിസ്ലഹു, ഈ കബീലയെ പോലെ ഒരു കബീലയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. എന്ത് കാര്യത്തിലാണ്? അവരുടെ ശക്തി, ഫീ ഖുവ്വത്തിഹിം വ ശിദ്ദത്തിഹിം, അവരുടെ വദഹാമത്തി അജ്സാമിഹിം, അവരുടെ ശരീരത്തിൻ്റെ വണ്ണവലിപ്പം, പിന്നെ അവരുടെ ശക്തി, ഇത്രയും ഇതുള്ള ആളുകളായിരുന്നു ഇവര്. വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ പണിയാൻ ഇന്നത്തെ പോലെ ഇതിനുള്ള സാമഗ്രികളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. ഇപ്പൊ ആ കാലത്താണല്ലോ ഈ പിരമിഡൊക്കെ ഉണ്ടാക്കിയത്. എത്രയോ ടണ്ണ് കണക്കിന് കനമുള്ള കല്ലുകളൊക്കെയാണ് എത്രയോ ഉയരത്ത് കൊണ്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതൊരു ആശ്ചര്യകരമായ സംഭവമായി അവശേഷിച്ചത് ലോകത്ത്, പിരമിഡുകൾ. അപ്പോൾ ഇവരുടെ ശക്തി അത്രയും വലുത് ശക്തിയുള്ളവരായിരുന്നു. അവരുടെ ബോഡി ബിൽഡ്, പിന്നെ ബോഡിയുടെ ഷേപ്പ്, നല്ല തടിച്ച ശരീരമുള്ള ആളുകളായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹു വേറെ സൃഷ്ടിച്ചിട്ടില്ല. ഇതുപോലെ ഇവരെ അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന വിഷയം ഇത് തഹ്വീഫു അഹ്ലി മക്ക, മക്കക്കാരെ പേടിപ്പിക്കലാണ്. ആദിനെ കൊണ്ട് അള്ളാഹു തആല ചെയ്ത കാര്യങ്ങളെ വെച്ചുകൊണ്ട് മക്കക്കാരെ പേടിപ്പിക്കുക. കൈഫ അഹ്ലക്കഹും, അള്ളാഹു അവരെ എങ്ങനെയാണ് നശിപ്പിച്ചത്. താനുവത്തവര ആമാറ, ഇതിന്റെ പുറമെ അവര് വളരെയധികം കാലങ്ങളിൽ ലോകത്ത് ജീവിച്ച ആളുകളാണ്, ആയുസ് കൂടിയ ആളുകളായിരുന്നു. വാശദ്ദുമിൻ കുഫാരി മക്ക, മക്കക്കാരുടെ മക്കയിലുള്ള മുശ്രിക്കീങ്ങളെക്കാളും കുഫാറുകളെക്കാളും ശക്തി കൂടിയവരായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകതയുള്ള ആളുകളെയൊക്കെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുഫാറ് മക്ക, നിങ്ങൾ അധികം അഹങ്കരിക്കണ്ട, പുച്ഛിക്കണ്ട, ഖുർആനിനെയും റസൂലിനെയും പ്രവാചകനെയും നിങ്ങൾ പുച്ഛിക്കണ്ട എന്ന് അവർക്ക് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അവർ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, സമൂദിനെയും, ആദ് സമൂദ് എന്ന് പറഞ്ഞാല് രണ്ടു കൂട്ടരെയും ഒരേ നിലയിലാണ് പറയുന്നത്. രണ്ടു കൂട്ടർക്കും അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട്. അല്ലദീനെ, എങ്ങനെയുള്ള ആളുകളാണ്? സമൂദ്, ജാബുസ്സഹർ, അവര് പാറകൾ വെട്ടിപ്പൊളിച്ച് കെട്ടിടം നിർമ്മിക്കുന്ന ആളുകളാണ്. അതൊന്നുമില്ലേ, പാറകൾ വെടിവെച്ച് പൊളിച്ച് പിന്നെ കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളത്. അങ്ങനെ വെടിവെക്കാനുള്ള സൗകര്യങ്ങളൊന്നും അന്നില്ലല്ലോ. പാറകൾ വെട്ടിയുണ്ടാക്കിയിട്ട്
കൈകൊണ്ട് വെട്ടിയുണ്ടാക്കി പാറ പൊളിച്ച് അവിടെ ബിൽഡിങ്ങുകൾ എടുത്തു. അതായിരുന്നു സമൂത് ചെയ്തത്. വകദാലിക സമൂതല്ലദീന ഖതഉ സഖറൽ ജിബാലി, പർവ്വതങ്ങളിലുള്ള വലിയ പാറകളെ വെട്ടിപ്പൊളിച്ച് അവിടെ നഹത്തു ബുയൂത്തൻ ബിവാദിൽ ഖുറ, അതിൻ്റെ താഴ്വരയിൽ അവർ വീടുകൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഇവര് വഖദ് ബനൗ അൽഫം വസുബഅമിയ മദീന കുല്ലുഹാ ബിൽ ഹിജാറ ബിവാദിൽ ഖുറ. വാദിൽ ഖുറയിൽ, നാടിൻ്റെ അല്ലെങ്കിൽ ഈ താഴ്വരയിൽ ആയിട്ട് ഇവര് 1700ഓളം പട്ടണങ്ങൾ സ്ഥാപിച്ചു. എങ്ങനെ? ഈ പാറകൾ വെട്ടിപ്പൊളിച്ചുണ്ടാക്കിയത്. അത്രയധികം ശക്തന്മാരായിരുന്നു സമൂത്. അപ്പോ ആദിനെയും സമൂദിനെയും അല്ലാഹു നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് പ്രവാചകരെ ഈ കുഫാർ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഓ ഫിർഔന ദിൽ ഔതാദ്, ഫിർഔനിനെയും ദിൽ ഔതാദ്, ആണികളുടെ ആളാണ് ഫിർഔൻ. ആ ഫിർഔനും വളരെയധികം അതിക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഫിർഔനെയും ഇവിടെ എടുത്തു പറയുകയാണ്. 10 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 95 ഈ വീഡിയോ. ഇതിൽ 20 ആയത്തുകൾ കൂടിയുണ്ട്. 2 വീഡിയോകളായിട്ട് അത് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ചെറിയ ചെറിയ സൂറത്തുകൾ, 1-ാം ജുസുവിൻ്റെ താഴെയുള്ള സൂറത്തുകളാണ് ഇവയെല്ലാം. ഇതെല്ലാം നമുക്ക് നമസ്കാരത്തിൽ ഓതുന്നത് കേൾക്കുകയോ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ആശയം പഠിച്ചവർക്ക് ആ കാര്യം ഗ്രഹിക്കാനും അതൊരു എളുപ്പമാണ്. നമസ്കാരത്തിൽ ഇതെല്ലാം ഖിറാഅത്ത് ഓതുന്ന സമയത്ത് അല്ലാഹു അതിനെല്ലാം തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളറിയാത്തവർക്ക് പലർക്കും ഈ വീഡിയോ അയച്ചു കൊടുത്ത് മറ്റുള്ളവരെയും ഈ ദൗത്യത്തിൽ പങ്കാളികളാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.